ഇറാൻ ജനങ്ങൾക്ക് സന്ദേശവുമായി വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ഭരണകൂടത്തിന്റെ ജനവിരുദ്ധമായ നടപടികളെയും തെറ്റായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെയും വർദ്ധിച്ചുവരുന്ന തീവ്രവാദ ബന്ധങ്ങളെയും ഓർമ്മിച്ചായിരുന്നു നെതന്യാഹുവിന്റെ അഭിസംബോധന. People of Iran, as we see history unfold before our very eyes, I can only imagine what you're feeling right now. Your oppressors spent over $30 billion supporting Assad in Syria. ഒരു മാസത്തിനിടയിൽ ഇത് രണ്ടാം തവണയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ പൗരന്മാരോട് സംസാരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിന്റെ ഭരണപരാജയവും ഇസ്രായേൽ വിരോധവും മൂലം ഭീകരരെയും മറ്റ് രാഷ്ട്രങ്ങളെയും ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുവാൻ സഹായിക്കുന്ന നടപടികളും ജനത്തിനു മുമ്പിൽ നെതന്യാഹു തുറന്നുവെക്കുന്നു. ഇറാൻ സിറിയയിലെ അസദിനെ പിന്തുണയ്ക്കാൻ $30 ബില്യൺ ചെലവഴിച്ചു. വെറും 11 ദിവസത്തിനുള്ളിൽ അസദ് ഭരണം തകർന്നു. ഗാസയിൽ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാൻ ഹമാസിന് കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചു. ഗാസയുടെയും ഹമാസിന്റെയും നില നാശത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലെബനോനിലെ ഹിസ്ബുള്ളയെ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാൻ $20 ബില്യൺ നൽകി സഹായിച്ചു. ഇതാ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരും ഭീകരരും അവരുടെ ആയുധങ്ങൾ നശിച്ചുവെന്ന കണക്കുകൾ നിരത്തി ഇറാൻ ജനതയോട് സംസാരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. കൂടാതെ ഇറാനിലെ സ്വേച്ഛാധിപതികൾ തീവ്രവാദികളെ പിന്തുണച്ച് പാഴാക്കിയ ആയിരക്കണക്കിന് ഡോളർ ഉപയോഗിച്ച് പുതിയ റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കാമായിരുന്നുവെന്നും നെതന്യാഹു ഓർമ്മിപ്പിക്കുന്നു. ഇറാൻ ഭരണകൂടം മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകമെങ്ങും മതമൗലിക സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഹമാസിന്റെ പതനം, ഹിസ്ബുള്ളയുടെ നാശം ഇതെല്ലാം വരുത്തിവെച്ച ചെയിൻ റിയാക്ഷനാണെന്നും ഇസ്രായേൽ അതിന്റെ പോരാട്ട വിജയമാണ് ഇവയ്ക്കെതിരെ നേടിയതെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു. അവസാനമായി ഇസ്രായേലിനോട് സമാധാനം ആഗ്രഹിക്കുന്നവരോട് തിരിച്ചും ഇസ്രായേൽ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും അത് ഇറാൻ ജനതയ്ക്ക് അറിവുള്ള കാര്യമാണെന്നും നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണെന്നും ഇറാൻ ഭരണത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നതായും ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനങ്ങളോട് പറയുന്നു. ഇറാൻ ഭരണകൂടം ശരിക്കും ഇറാൻ ജനതയെ ഭയപ്പെടുന്നു. ഒരു ദിവസം നിങ്ങൾ സ്വതന്ത്രരാകും. സാൻ സെൻഡേഗി ആസാദി, അതായത് സ്ത്രീ, ജീവിതം, സ്വാതന്ത്ര്യം, അതാണ് ഇറാന്റെ ഭാവിയെന്നും അതാണ് സമാധാനത്തിന്റെ ഭാവിയെന്നും അതിലേക്ക് നമ്മൾ ഒരുമിച്ച് വളരെ വേഗം എത്തിച്ചേരുമെന്നും പശ്ചിമേഷ്യയെ ഐശ്വര്യത്തിന്റെയും പുരോഗതിയുടെയും സമാധാനത്തിന്റെയും വിളക്കുമാടമാക്കി മാറ്റുമെന്നും ഇറാൻ ജനതയോട് പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.